ഹലോ. അപ്പോൾ എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഞാൻ ചെറുതായിട്ട് ഇപ്പോൾ തുടങ്ങിയൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ജോബ് കിട്ടിയത്, എനിക്കെങ്ങനെ വർക്ക് ഫ്രം ഹോം ജോബ്സ് കിട്ടി, വിത്ത് എ വെരി ഹൈ സാലറിയോട് കൂടെ കിട്ടി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയാണ്, എങ്ങനെ കിട്ടി, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും അപ്ലൈ ചെയ്യാറുള്ളത് ഇൻഡീഡിലായിരുന്നു. എനിക്ക് ഫസ്റ്റ് ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു സിംഗപ്പൂർ കമ്പനിയിൽ നിന്നായിരുന്നു ഒരെണ്ണം. ഞാൻ കമ്പനി നെയിമൊന്നും പറയുന്നില്ല, കാരണം അങ്ങനത്തെ ഒഫീഷ്യൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളങ്ങനെ എല്ലാം പുറത്ത് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഡ്രാഫ്റ്റർ എക്സിക്യൂട്ടീവായിട്ടാണ്. അതിൻ്റെ ജോബ് ഓഫർ ലെറ്ററാണ് ഈ കാണുന്നത്. എനിക്ക് 700 SGD ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 50,000 പ്ലസ് വരും. അപ്പോൾ ഞാൻ ഏകദേശം 5+ ഇയേഴ്സ് വർക്ക് ചെയ്ത ഒരാളാണ്. പക്ഷെ നല്ലൊരു കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. എന്നിട്ട് എനിക്ക് ജോബ് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹൈ ഇൻ്റർവ്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല, ഒരു ഡീസൻറ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷെ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് തന്നെയായിരുന്നു വർക്ക്സ് ഉണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ദ ഫോം വാസ് നോട്ട്, നമ്മൾ പറയത്തില്ല, അത്രയും വലിയൊരു സുഖമുള്ളതായിട്ട് തോന്നിയില്ല. സാലറി ഒക്കെ കിട്ടിയായിരുന്നു, പക്ഷെ എനിക്ക് അധികം നാളവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അത്രയും പ്രഷറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ആ പ്രഷർ ഓക്കെ ആയിരിക്കും കേട്ടോ. എനിക്കത് ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ലീവ് ചെയ്യേണ്ടി വന്നു. ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 6:30 തൊട്ട് ഉച്ച 3 മണി വരെ, അതായത് അവരുടെ ടൈമിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ടൈമിംഗ് ഒക്കെ വാസ് നൈസായിരുന്നു കേട്ടോ. അതായത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത് ഓക്കെ ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു ഓഫറായിരുന്നു, വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ എനിക്ക് കിട്ടിയ പൈസയും. എനിക്ക് കിട്ടിയ പക്ഷേ പൈസ എന്ന് പറയുന്നത് 38K+ ആണ്. കാരണം നമുക്ക് ഒരിക്കലും പ്രൊബേഷൻ പീരീഡ് ലീവ് എടുക്കാൻ പാടില്ല. ലീവ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സാലറി കട്ടാവും. അതുപോലെ തന്നെ അവരുടേതായ ഒരു ചാർജ് അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മന്ത്. നമുക്ക് ലാസ്റ്റ് ഇറങ്ങുമ്പോൾ തരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈവൻ 38K+ എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു സാലറി ആയിരുന്നു. നമുക്കൊരു മന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 38,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടാന്ന് പറയുന്നത് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും അപ്ലൈ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു കമ്പനിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദുബായ് ബേസ്ഡ് കമ്പനിയായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ നല്ല അടിപൊളി കമ്പനി തന്നെയായിരുന്നു. എനിക്ക് സ്റ്റാർട്ടിങ് സാലറി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 35,000 ആയിരുന്നു. അവിടെ നമുക്ക് BIM മോഡലറായിട്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ബിമ്മിൽ അപ്ഡേറ്റഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ സ്പീഡ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അവർ നമ്മൾ ജോയിൻ ചെയ്ത ദിവസം ഞാൻ ജോയിൻ ചെയ്തായിരുന്നു അവിടെ. ജോയിൻ ചെയ്തിട്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുമ്പോഴേക്കും നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അവർക്ക് റിവറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ലാപ്പിൽ അവർ പറയുന്നത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണം. അത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ എനിക്ക് ഫാസ്റ്റ് എന്നൊരു പ്രോസസ്സ് ഭയങ്കര കുറവായിരുന്നു. എനിക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ഫോൾട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ വർക്ക് ചെയ്തത് ഫാസ്റ്റ് ആക്കണമായിരുന്നു. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അതിന് ഇറങ്ങേണ്ടി വന്നു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ജോബ്സിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ച് ഏകദേശം കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ചാനലിൽ ഞാൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം അതും കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ പറ്റുന്നവരൊക്കെ ഒന്ന് പഠിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ജോലി കിട്ടത്തുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം ഇന്നത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ ഇന്ന സോഫ്റ്റ്വെയർസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് സിവിലിൽ. അപ്പം അത്ര സോഫ്റ്റ്വെയർസ് വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളും അതിൽ അപ്ഡേറ്റഡ് ആയതുകൊണ്ടിരിക്കണം. പിന്നെ എല്ലാവരും ചോദ്യമായിരിക്കും, ഫ്രഷേഴ്സിന് വർക്ക് ഫ്രം ഹോം ജോബ്സ് കിട്ടും? അഫ്കോഴ്സ് ഞാൻ നോക്കുമ്പോൾ 0 to 1 year എക്സ്പീരിയൻസ്, 1 to 2 years എക്സ്പീരിയൻസ് എന്നൊക്കെ പണ്ട് വർക്ക് ഫ്രം ഹോം ജോബ്സ് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാണാറുണ്ട്. അതുകൊണ്ട് കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളത് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇൻഡീഡ് ആണെങ്കിലും അതുപോലെ തന്നെ നൗക്കറി, അങ്ങനെ കുറേ ആപ്സ് ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതൊക്കെ നമ്മളായിട്ട് തന്നെ നമ്മൾ കുറേ അപ്ലൈ ചെയ്തിടാൻ നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. നല്ലൊരു റെസ്യൂം സെറ്റ് ചെയ്യുക. നല്ലൊരു റെസ്യൂമേ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. അത് സെറ്റ് ചെയ്തിടുക. അതുപോലെ തന്നെ
ഇപ്പം നമുക്ക് അറിയാം, നമുക്കിപ്പോൾ തന്നേക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ച് ഇട്ട് കൊടുത്ത് അതിനനുസരിച്ചുള്ള റെസ്യൂമെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും ChatGPT. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വേണം നമ്മൾ അപ്ലൈ ചെയ്യുക. കവർ ലെറ്റർ വെച്ച് കൊടുക്കുക, ഇന്ത്യയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കവർ ലെറ്റർ വെച്ച് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെന്താണ്, എക്സ്പീരിയൻസ് നല്ല ഇപ്പം ഇപ്പോൾ എനിക്കൊരു 5+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. കുറേ കാര്യങ്ങൾ മറന്നു. അപ്പോൾ ഒന്നുകൂടെ പൊടി തട്ടി എടുക്കണം കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്നെപ്പോലെ തന്നെ എന്നെക്കാളും കൂടുതൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള കുറേ പേര് ചിലപ്പോൾ വീട്ടിലിരുന്നിട്ട് എങ്ങനെ ഒരു ജോബ് കിട്ടും, എങ്ങനെ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ആരും വിചാരിക്കേണ്ട ജോലി കിട്ടില്ല എന്നുള്ളത്. ജോലി എന്തായാലും കിട്ടും. നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കണം. നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഇന്നത്തെ കാലത്ത്. വർക്ക് ഫ്രം ഹോം ജോബ്സിന് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് സോഫ്റ്റ്വെയർസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓട്ടോകാഡും റിവറ്റും എസ്റ്റിമേഷനും ഫോട്ടോഷോപ്പും അങ്ങനത്തെയൊക്കെ ഏകദേശം സോഫ്റ്റ്വെയർസ് എൻ്റെ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം ഇനി ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ പഠിക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കും. എനിക്കറിയത്തില്ല എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന്. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ചാനലൊന്ന് കണ്ടോളും. അതിൽ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വർക്ക് ഫ്രം ഹോം ജോബ്സിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇന്ത്യയുടെ തുറന്നു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടൊന്നുമല്ല അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാനീ പറഞ്ഞ പോലെ നല്ലൊരു റെസ്യൂമെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ എന്താ പറയുക, കവർ ലെറ്ററൊക്കെ വെച്ചിട്ട് ആ ഡിസ്ക്രിപ്ഷന് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റെസ്യൂമിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ റെസ്യൂമെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെന്താ, ഞാനിപ്പോൾ വർക്ക് ചെയ്തതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചേക്കുന്നത്. കാരണം എല്ലാവരും വിചാരിക്കും 50,000 രൂപയോ ഇതൊക്കെ എങ്ങനെ കിട്ടും, വെറുതെ ഉടായ്പായിരിക്കും. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഉടായ്പൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്താ പറയുക, എനിക്കവിടെ എന്താ പറയുക കംഫർട്ടബിൾ ആയിരുന്നില്ല. അതായത് എന്താ പറയുക, കുറച്ച് പ്രഷറും സ്ട്രെസ്സൊക്കെ എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലീവ് ചെയ്യേണ്ടി വന്നതാണ്. പിന്നെ പറയാനുള്ളത് അതിൻ്റെ പ്രൂഫൊക്കെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. എനിക്ക് ബാങ്കിലേക്ക് വന്നൊരു പൈസയും പിന്നെ അവർ തന്ന ഓഫർ ലെറ്ററും ആപ്ലിക്കേഷൻസും രണ്ടാമത്തെ ആപ്ലിക്കേഷനും അതിൻ്റെ ഒക്കെ പ്രൂഫാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ള മെസ്സേജസ് ആണ്. ഇത്രയും ജോബ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് അവരെനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ട്. നമുക്ക് റിപ്ലൈ വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും പറയും റിപ്ലൈ വരുന്നത് ഇത്ര വലിയ കാര്യമാണ്. റിപ്ലൈ വരുന്നത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ റെസ്യൂമെ അതിലോട്ട് സൂട്ട് ആവുന്നതുകൊണ്ടാണ് അവർ നമുക്ക് റിപ്ലൈ തരുന്നത്. ഇന്നതിൽ ഓഫർ ഉണ്ട്, എന്നാണ് ഇൻ്റർവ്യൂവിന് അവൈലബിൾ ആവുക എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും നമ്മൾ സിവിൽ എഞ്ചിനീയറിന് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ പ്രൊഫൈൽ അതിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം കിട്ടാതെ ഇരിക്കില്ല. കാരണം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ആരും എനിക്ക് അത്രയും പഠിച്ചിട്ടില്ല, എനിക്ക് അത്രയും കഴിവില്ല എന്നൊന്നും വിചാരിക്കരുത്. എല്ലാവർക്കും കിട്ടും ജോലി എന്ന് പറയുന്നത്. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം, നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെന്താ പറയാനുള്ളത്, ഇനി എന്താ പറയുക, ഈ ഇന്ത്യയുടെ മാത്രമല്ല അതുപോലെ തന്നെ നൗക്കറി ആയാലും അതിലെല്ലാത്തിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടിടുക. വർക്ക് ഫ്രം ഹോം ജോബ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടിടുക. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമ്മളെപ്പോഴും സിവിൽ എഞ്ചിനീയറിങ് പറഞ്ഞിട്ടുള്ളൊരു ഫീൽഡ് എന്ന് പറയുന്നത് നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് എനിക്ക് എൻ്റെ ബേസിക് പോലും ഞാൻ ചിലപ്പോൾ മറന്നു പോകും. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ഞാൻ ഒന്ന് ആലോചിച്ച് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. എല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഞാൻ. അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്നുകൂടെ നമ്മൾ നോളേജ് കൂട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ നോളേജ് കൂട്ടുന്നതിൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം കുറച്ച് പേരും കൂടി കൂടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി ഇന്ന് പഠിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ അത്രയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും വരയ്ക്കാൻ അറിയില്ല, എനിക്ക് ക്വാണ്ടിറ്റി സർവേയിങ് അറിയില്ല, എസ്റ്റിമേഷൻ ഒന്നും എടുക്കാൻ അറിയത്തില്ല. അങ്ങനെയുള്ളവർ അങ്ങനെ വിചാരിക്കരുത്. അതിനുവേണ്ടി നമ്മൾ പഠിക്കണം. എന്നാൽ പിന്നെ നമുക്ക് എല്ലാം സെറ്റാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 30 ദിവസം മതി ഓട്ടോകാഡ് പഠിക്കാനായിട്ട്, 30 ദിവസം മതി എസ്റ്റിമേഷൻ പഠിക്കാനായിട്ട്. അത്യാവശ്യം നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാം ഒരുമിച്ച് ഇരുന്നിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താ പറയുക, നമ്മുടെ എല്ലാവരും സ്വപ്നം എന്താണ്? നല്ലൊരു ജോലി കിട്ടുക, നമ്മൾ പാർട്ട്ണറൊക്കെ സപ്പോർട്ട് ചെയ്യുക, വീട്ടുകാരെ നോക്കുക എന്നുള്ളതൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ നമ്മൾ വെറുതെ വീട്ടിലിരുന്നിട്ട് അയ്യോ എനിക്ക് ജോലി കിട്ടിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് വെറുതെ ഇതായതുകൊണ്ട്. കാരണം ഞാനങ്ങനെ ടെൻസ്ഡ് ആവുന്ന ഒരാളായിരുന്നു. അയ്യോ എനിക്ക് അങ്ങനെ. അപ്പോൾ എൻ്റെ ആളെപ്പോഴും പറയുന്ന കാര്യം, എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ച കാര്യം, ഹാർഡ് വർക്ക് ചെയ്യുക. വർക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അപ്പോൾ നോക്കിയാൽ പോരെ. പിന്നെ വെറുതെ ഇരുന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം, നന്നായിട്ട് പ്രയത്നിക്കാം.
നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കാര്യങ്ങൾ. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇനി വരുന്ന ജോബ് ഓഫേഴ്സ് കുറേയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, വർക്ക് ഫ്രം ഹോമിൻ്റെ ഇതിലൊക്കെ. ഞാൻ ഇന്നലെ കുറച്ചൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനി കമ്മിങ് വീഡിയോസിൽ അതൊക്കെ പറയാം, ഏതൊക്കെ ജോബ്സ് വരുന്നുണ്ട് ഓരോ ദിവസം. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ജോബ് കിട്ടട്ടെ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല, എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കാണുന്ന ജോബ് ഓഫേഴ്സൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളത് ആ ഒരു ടൈറ്റിൽ വെച്ചിട്ട് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സ്കെഡ്യൂളൊക്കെ വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയറിൻ്റെ പഠിത്തമൊക്കെ തുടങ്ങാൻ വേണ്ടി വിചാരിച്ചേക്കുവാണ്. അപ്പോൾ ഇതൊരു നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. എനിക്ക് തോന്നി എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കില്ലേ എന്ന് എനിക്ക് തോന്നി. കുറേ പേര് വിഷമിച്ചിരിക്കുന്നുണ്ടാവും ജോലിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ പോലെയും പഠിക്കാൻ വേണ്ടിയിട്ടൊരു ത്വര പോലെയൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഒക്കെ ഇടാം. ഞാൻ അത്ര ഹെവി എക്സ്പീരിയൻസ് കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്കുള്ളൂ. താങ്ക് യു. വീഡിയോ കണ്ടതിൽ സന്തോഷം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഹാവ് എ നൈസ് ഡേ.